പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ ഒരു വചനചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാം. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആമോസിന്റെ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. വീണുപോയ ദാവീദൻ കൂടാരത്തെ ഞാൻ അന്നാട് നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്നപോലെ പണിയുകയും ചെയ്യുമെന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അതെ, ഇത് യഹോവയുടെ അരുളപ്പാട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മ വളരെ വ്യക്തതയോടെ ദൈവഭക്തനായി നിന്ന ദാവീദിന്റെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗത്തെ കർത്താവ് പണിയുമെന്നാണ് ഇവിടെ പറയുവാനായിട്ട് ഇടയായിരിക്കുന്നത്. പണിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, ഏറ്റവും ഗ്രേറ്റ് ബിൽഡറായിട്ട് നിൽക്കുന്ന നമ്മുടെ ദൈവമാണ്, നമ്മുടെ യേശു കർത്താവാണ് ഗ്രേറ്റ് ബിൽഡർ. ആമേൻ. നമ്മളെ നന്നായി പണിയുന്ന, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. നമുക്കറിയാം, കുശവന്റെ കയ്യിൽ പാത്രം ചീത്തയായി പോയപ്പോൾ അതിനെ എറിഞ്ഞു കളയാതെ മറ്റൊരു രൂപം കൊടുത്ത്, മറ്റൊരു ഭാവം കൊടുത്ത് അതിനെ ഏറ്റവും ഉചിതമാക്കി മാറ്റിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നതുപോലെ തന്നെ ദാവീദിൻ കൂടാരത്ത് വീണുപോയ ദാവീദിൻ കൂടാരത്ത് നിയോഗത്തിൽ നിന്ന് മാറിപ്പോയ, നിയോഗത്തിനകത്ത് ദൈവത്തിന്റെ പദ്ധതികൾക്കകത്ത് നിന്ന് അവൻ ഡൈവേർട്ടായി പോയ ആ ഭൂതത്തെ ഇല്ലെങ്കിൽ ആ കൂടാരത്തെ ദൈവം വീണ്ടും എന്ത് ചെയ്യുകയാണ്? പണിയുകയാണ്. അതിന്റെ അർത്ഥം അവന് നശിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. നീയും ഞാനും ദൈവിക പദ്ധതിക്കകത്തുള്ളവരാണോ? ദൈവം ഒരിക്കലും നമ്മളെ നശിക്കുവാൻ അനുവദിക്കത്തില്ല. മറിച്ച് അവന് രക്ഷ ഏറ്റെടുക്കാൻ പാകത്തിന്, നിയോഗം ഏറ്റെടുക്കാൻ പാകത്തിന്, വീണ്ടും ഒരു സമരത്തിലേക്ക്, വീണ്ടും ഒരു ദൈവപ്രവൃത്തിയിലേക്ക് മടങ്ങി വരാൻ പാകത്തിന് ദൈവം ചില ചാൻസുകൾ ഇട്ടു തരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ വളരെ വ്യക്തതയോടെ വചനം പറയുകയാണ്, നീയും ഞാനും വീണുപോയ മേഖലകൾക്കകത്തുനിന്നെല്ലാം എഴുന്നേറ്റ് അസാധാരണമായി ദൈവ നിയോഗങ്ങൾ വീണ്ടും അതിനകത്ത് തുടരുവാൻ ദൈവം നമ്മെ അമേരിക്ക ദിവസങ്ങൾ ശക്തിയോടെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ ഇനി ഈ ഒരു സാഹചര്യത്തിനകത്ത് എഴുന്നേൽക്കാൻ കഴിയത്തില്ല എന്നൊക്കെ തോൽവിയുടെ മണ്ഡലങ്ങൾ പറഞ്ഞു മാത്രം ഇരിക്കുന്നവരോട് പരിശുദ്ധമ വളരെ വ്യക്തതയോടെ പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, രക്ഷ ഏറ്റെടുക്കാൻ, നിയോഗത്തിലേക്ക് വരാൻ, ദൈവിക പദ്ധതിയിലേക്ക് വരാൻ നിങ്ങൾക്കൊരു ചാൻസ് ഉറപ്പാണ്. ദൈവത്തിന്റെ വചനത്തിനകത്ത് നിങ്ങൾക്ക് രണ്ടാമത് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ രണ്ടാമത് കയറി വരുന്ന ഒരു ആത്മമണ്ഡലം പണിയുന്നതിനെ കുറിച്ചാണ് പരിശുദ്ധമ പറയുന്നത്. ഇങ്ങനെ പറയുകയാണ്, വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാള് നിവർത്തും. ഇത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഇത് മനുഷ്യനാർക്കും ഈ പണിയെ ചെയ്തു തീർക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ കുറ്റപ്പെടുത്തുന്നവരാണ്. എപ്പോഴും എന്ത് ചെയ്യാണ്? മറ്റുള്ളവരുടെ കുറിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും കുറ്റം പറയാനുള്ള ടെൻഡൻസി മനുഷ്യന്റെ ഒക്കെ ജീവിതത്തിനകത്തുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, കുറ്റം പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ദൈവിക നിയോഗത്തിലേക്ക് അവന് കയറ്റാൻ ദൈവം ഒരു പദ്ധതി അവന്റെ മേലിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, അടുത്തൊരു ചാൻസ് അവന് വേണ്ടിയുള്ളതാണ്. അവന് രക്ഷ ഏറ്റെടുക്കാൻ ഒരു ചാൻസ് അവന്റെ മുൻപിൽ ദൈവം തന്നെ ഇട്ട് കൊടുക്കും. അത് മനുഷ്യനല്ല, ദൈവം തന്നെ അവന് സൊല്യൂഷനെ കർത്താവ് അവൻ അയക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇവിടെ പറയുന്നു, വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ പണിയും. അവിടെ ഒരു മറ്റാരുമല്ല പണിയുന്നത്, ഞാൻ പണിയും. ദൈവം വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, അന്നാളിൽ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും. അപ്പം എന്താണ്, കൂടാരം വീണപ്പോൾ എന്ത് ചെയ്യുക? അവൻ അത് എന്താണ്, പിളർപ്പുകൾ ഉണ്ടാകുകയാണ്. എവിടെ വിടവുകൾ വീണോ, എവിടെയൊക്കെ ബന്ധങ്ങൾ അറ്റുപോയോ, എവിടെയൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധങ്ങൾക്കകത്ത് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ, വിള്ളലുകൾ സംഭവിച്ചോ, അവിടെയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാണോ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ ബന്ധങ്ങളോ, ഇല്ലെങ്കിൽ ആത്മീയ ജീവിതം സംബന്ധിച്ചുള്ള ബന്ധങ്ങൾ, ചർച്ചക്കാർ, ബന്ധുക്കൾ, ഇങ്ങനെ മറ്റേതെങ്കിലും ഒക്കെ ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പോ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തലത്തിൽ നല്ല ബന്ധങ്ങൾ ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാം, അതിന്റെ പിളർപ്പുകളെ ഞാൻ നന്നാക്കാൻ വേണ്ടി പോകുകയാണ്. അതിന്റെ വിടവുകളെ ദൈവം പരിഹരിക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്നിന്റെ പകലിൽ എവിടെയൊക്കെ വിള്ളലുകൾ സംഭവിച്ചു അവിടെയെല്ലാം ആ പണികൾ നടത്തുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിനെ ആശ്രയിച്ചാൽ വീണ്ടും ഒരു ദൈവത്തിന്റെ നിയോഗത്തിന്റെ നിർവഹണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. എന്നിട്ട് പറയുന്നു, അതിന്റെ പിളർപ്പുകളെ ഞാൻ അടയ്ക്കും, അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്നപോലെ പണിയുകയും ചെയ്യും. അവന്റെ ഇടിവുകളെ തീർക്കും. എവിടെയൊക്കെ ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞോ,
ഇനി ഒരിക്കലും പണിയാൻ പറ്റത്തില്ല, ശൂന്യമായി പോയി, ഒന്നും ശേഷിച്ചിരിപ്പില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദൈവം വളരെ വ്യക്തതയോടെ പറയുക, അതിന്റെ ഇടിവുകളെ പണിയുന്നത് ഞാനാണ്. കാരണം ദൈവത്തിന് സൃഷ്ടിച്ച് പണിയാനായിട്ട് കഴിയും. ഒന്ന് ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമല്ല ദൈവം പണിയുന്നത്, മറിച്ച് ഇല്ലാത്തതിനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന് ഇടിവുകളെ നന്നാക്കാൻ കഴിയും. അങ്ങനാണെങ്കിൽ ദൈവം പറയുന്നു, നിനക്കും എനിക്കും വേണ്ടി ദൈവം ചിലതിനെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം ചില സൃഷ്ടിപ്പുകൾ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്കായിട്ട് കർത്താവ് നിയോഗത്തിലേക്ക് കയറ്റാനായിട്ട് ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഇടിവുകളെ ദൈവം തീർക്കുകയും ചെയ്യും. അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യുന്നു എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അതെ, ഇത് പുരാതന കാലത്തിൽ ഇതിനുണ്ടാകുന്ന ഐശ്വര്യം, ഇതിനുണ്ടായിരുന്ന മഹത്വം, ഇതിനുണ്ടായിരുന്ന മനോഹാരിത ഞാൻ തിരികെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ദൈവമാണ് ആ മനോഹാരിതയെ കൈമാറി, ദൈവമാണ് അതിന്റെ കാര്യങ്ങളെല്ലാം അതിന് ഗൗരവം കൊടുത്ത് ആ ഒരു കാര്യത്തിന് മനോഹാരിത സൃഷ്ടിച്ചത് ദൈവമാണ്. അതിലേക്ക് ദൈവത്തിന് തിരിച്ചു കൊണ്ടുവരാനും അറിയാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മനോഹാരിത നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രഷ്യസ് ആയിട്ടുള്ള സകല അനുഭവങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷന്റെ അകത്ത് സ്വർഗം പറയുകയാണ്, ഞാൻ അതിനെ മടക്കി തരാം. പുരാതന കാലത്തിൽ എന്ന പോലെ അതിന്റെ പ്രതാപം വീണ്ടും വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അതേ പ്രിയരെ, നീയും ഞാൻ തളർന്നു പോയിട്ടില്ല, നീയും ഞാൻ വീണ് പോയിട്ടില്ല. വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ പണി നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കാലഘട്ടത്തിൽ മുൻകാലത്തെക്കാൾ വലിയ നിലവാരത്തിൽ ശക്തിമേറിയ നിലകളിൽ ദൈവത്തിന്റെ നിയോഗങ്ങളെ വഹിക്കാനും ചെയ്യാനും ദൈവാത്മ വീണ്ടും പ്രയോജനപ്പെടുത്താൻ വേണ്ടി പോകുന്നു. വീണ്ടും ഒരു അവസരം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൈമാറാൻ വേണ്ടി പോകുകയാണ്. വീണ്ടും ഒരു തിരിവിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ്. നിനക്ക് മനസ്സാണോ സ്വർഗം നിന്റെ ലൈഫിനെ നോക്കി ചിലത് ചേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്വർഗം നിന്റെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ്. അവിടെ നീ ഒരു മിറക്കിൾ കാണാൻ വേണ്ടി പോകുകയാണ്. നിന്റെ ഇടിവുകളെ ദൈവം സൃഷ്ടിച്ചു തന്നെ പണിതെടുക്കും. ഇടിഞ്ഞു, ഇനി അത് പണിയാൻ പറ്റത്തില്ല, ശേഷം നിർമൂല്യമായി പോയി എന്ന് പറയുന്നതിനകത്ത് തന്നെ ദൈവം ചിലതിനെ സൃഷ്ടിച്ചിട്ട് പണിയാൻ ദൈവത്തിന് കഴിയും. ആ ഗ്രേറ്റ് ബിൽഡർ ആയിട്ടിരിക്കുന്ന ദൈവ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് കൊടുക്കാൻ ഇന്ന് പകല് തീരുമാനിക്കുക. എന്നെ ഒന്ന് കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, ആ നിയോഗത്തിലേക്ക് കയറി വരാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ആരുടെയും അനുവാദം കൂടാതെ ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തിന്റെ ഈ അടിസ്ഥാനത്തിൽ ഒന്ന് തിരിച്ചു ചെല്ലാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ പണിതിരിക്കും, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. രസാധന ദൈവ നിയോഗത്തിന്റെ പുറപ്പാടിലേക്ക് ദൈവം നിന്നെ എത്തിച്ചിരിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്നെ പകലിൽ ആർക്കെങ്കിലും തീരുമാനമെടുക്കാൻ, തിരിവുകൾ സംഭവിച്ചു, നഷ്ടങ്ങൾ സംഭവിച്ചു, ശൂന്യതകൾ നഷ്ടമായി, ശൂന്യതകൾ സംഭവിച്ചു, ഇടിവുകൾ ഉണ്ടായി, വിളർപ്പുകൾ ഉണ്ടായി, വിടവുകൾ ഉണ്ടായി എന്നെല്ലാം പറയുന്ന ജീവിത സാഹചര്യത്തിനകത്ത് നിന്ന് ആത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. നിനക്ക് മനസ്സുണ്ടോ? ദൈവം അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ദ ഗ്രേറ്റ് ബിൽഡർ ആ ദൈവ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. പരിശുദ്ധമ വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതെ, നീ വിശാലമാകാൻ വേണ്ടി പോകുന്നു. നിന്റെ തിരശ്ശീലകൾ വീണ്ടും നിവരാൻ വേണ്ടി പോകുന്നു. നീ വീണ്ടും ആ പിളർപ്പുകളെ മാറ്റിയിട്ട് ഒന്നാകാൻ വേണ്ടി പോകുന്നു. ഇടിവുകൾ വീണ്ടും പണിയാൻ വേണ്ടി പോകുന്നു. ദൈവം നിന്റെ ലൈഫിനെ ആ നിലകളിൽ പണിതെടുക്കും. സ്വർഗം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.